സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ആനി ഒന്ന് കേൾക്കൂ. ഇതുവരെ ഞാൻ കേൾക്കായിരുന്നില്ലേ? ഇനിയെങ്കിലും പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജോലി എന്താണ്? കൊലയും കൂട്ടിക്കൊടുപ്പും ഒഴിച്ച് മറ്റെല്ലാം എന്റെ ജോലിയാണ്. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നില്ലേ? അല്ല, സ്നേഹിക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആനയെ കിട്ടുമായിരുന്നില്ല. ഓ, അപ്പോൾ സ്വന്തം താല്പര്യത്തിനു വേണ്ടി മാത്രം നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങളെ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണോ തെറ്റ്? പറയൂ. സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടിയെന്നേ തോന്നിയുള്ളൂ. അടുത്ത് പഴകിയപ്പോ അതല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി. അനാഥനായ ഞാൻ ആനയെ അടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ആനയിലൂടെ നേടിയെടുക്കുകയായിരുന്നു. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി. ജാഥകളുടെ മുമ്പിൽ കൊടിപിടിച്ച് നടന്ന എന്റെ അച്ഛനെ എതിർ കക്ഷിക്കാർ വെട്ടിനുറുക്കി. ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചുവാരി. അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു. അതും എന്നെ വളർത്താൻ. അമ്മയ്ക്ക് പോലീസ് പിടിച്ചുകൊണ്ടുപോയ എന്റെ അമ്മയെ കുറ്റം ചെയ്യാത്ത എന്നെയും എന്റെ അമ്മയെയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല. എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വെറുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു. പറയൂ, എവിടെയാണ് തെറ്റ്? ആരിലാണ് തെറ്റ്? സൃഷ്ടിയിൽ, സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കണം സുഖമായി. വഴികൾ തെറ്റിയാലും നടപ്പ് തടന്നാൽ എവിടെയും എത്തില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനടിമയാവുന്ന മനുഷ്യനാണോ? ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ? എനിക്കൊരു ജോലിയില്ലേ? ഒരു കുടുംബം നടത്താൻ തൽക്കാലം അത് മതി. നമുക്കെവിടെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം. ഇല്ല, എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാണ്. നിങ്ങളെ പിരിഞ്ഞ് എവിടെ പോകാൻ? എല്ലാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? 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 സ്വന്തം വയ്ക്കാം. ഇന്ന് ജോലിക്ക് കയറുന്ന ദിവസമല്ലേ? എന്റെ കൈ കൊണ്ട് രാവിലെ ഒരു കട്ടൻ അടിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു എളുപ്പമുണ്ടാവും. അത് നിങ്ങൾ ആണുങ്ങളാ. എഴുന്നേറ്റ പാടെ കണ്ണും തിരുമ്പി ഒരു കാപ്പി കുടിക്കും. ഞങ്ങൾ പല്ല് തേച്ച് ശുദ്ധമായ കാപ്പി കുടിക്കും. അടിച്ചു
സുരക്ഷാമന്ത്രമാണ് ഞാനും ഭാര്യ ഒന്നിച്ചാണ് വിളിക്കുന്നത്. ആ കൺമഷി ഒന്നും എടുത്തു തരാമോ? ആ ഇപ്പൊ കൊണ്ടുവരാം. ആ കൺമഷി റെഡി. കണ്ണെഴുതിക്കോ. ഞാൻ എന്റെ കണ്ണ് നീർന്നു. ചുറ്റുമുണ്ട് നല്ല ചേർച്ചയല്ലേ? നമുക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ് മിസ്സസ് ആനി എത്തിയല്ലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് അല്പം തിരക്കുണ്ട്, വന്നിട്ട് സംസാരിക്കാം. ആരെങ്കിലും വന്നാ നാളെ കാണാമെന്ന് പറയും. പിന്നെ ഇന്നെനിക്ക് കുറെ ലെറ്റേഴ്സ് അർജന്റായി ടൈപ്പ് ചെയ്യാറുണ്ട്. സോ സ്റ്റേ ബാക്ക് ഇൻ ദി ഈവനിങ്. 1 മണിക്കൂർ. ഓക്കെ. ഹലോ ഹലോ ആനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആക്കു സുഖല്ലേ? ഇതാരും ആനിയോ? അല്ല, കല്യാണം കഴിഞ്ഞ വകയിൽ ഒരു ചെലവൊക്കെ ഉണ്ട് കേട്ടോ. വിവാഹത്തിന് ശേഷവും ജോലി ചെയ്യാം എന്നുള്ള തീരുമാനം നന്നായി. ഈ ഭർത്താക്കന്മാരെ സഹായിക്കുന്ന ഭാര്യമാരെ ആണല്ലോ നമുക്ക് ആവശ്യം. പക്ഷേ ഈ ആണുങ്ങളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. 500 ആയിരിക്കും വരുമാനം, പക്ഷെ പറയുന്നതോ 5000. ഒടുവിൽ കുടുങ്ങുന്നതോ പെണ്ണുങ്ങൾ. അല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണ് കെട്ടിയത്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. അവളുടെ സാമർഥ്യം, എന്റെ ഭാര്യയുടെ ഉന്നത തലങ്ങളുള്ള അവളുടെ പിടിപാട്, യോ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? മാനേജിംഗ് ഡയറക്ടർ മുതൽ ചെയർമാൻ വരെ. ദേ എന്റെ ബോളി പറഞ്ഞാലേ റെഡി മണി. ഇന്ന് ഞാൻ എവിടം വരെയായി? അല്ല, ഞാൻ എവിടം വരെയായി? റീജിയണൽ മാനേജർ വരെയായി. അതാണ് പെണ്ണുങ്ങളുടെ സാമർഥ്യം. യു ആർ എഡ്യൂക്കേറ്റഡ്, സിൻസിയർ, സ്മാർട്ട്. പടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇതൊക്കെ ധാരാളം മതി. പിന്നെന്താ, ഉയർച്ച ഒന്ന് വേഗത്തിലാവണം. അത് ഞാൻ ഏറ്റു. 800 to 1500 നല്ല ശമ്പളം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയായിരിക്കെ ഇനി മറ്റൊരുത്തന്റെ ഭാര്യയാവുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ പറയില്ല. തക്കതായ പ്രയോജനം ഉണ്ടെങ്കിൽ ആവാമായിരുന്നു. പക്ഷെ ഒരു കാര്യം ആരും അറിയരുത്. ആരും അറിയില്ല. ഇനി വാച്ച്മാനെ വരെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക ചാപ്പാടെടുക്കാൻ. രാത്രി ഒരുമിച്ചാവും ഭക്ഷണം. എനിക്കിതാ ഇഷ്ടപ്പെടാത്തത്. ഈ തട്ട് എന്നെ നശിപ്പിക്കരുത്. ഞാൻ ഒരാളുടെ ഭാര്യയാണ്. ജോലിക്ക് പോയിരിക്കണം. അവളൊരു ഉദ്യോഗസ്ഥേ. ഈ 8 മണി വരെയുള്ള ഓഫീസ് ജോലി ഇവിടെ വേണ്ട. ആനി, എന്തു പറ്റി? ഞാൻ നല്ല വാർത്തയാ. വാ വാ. യോ,
തന്റെ കല്യാണത്തിന് ഒരു വാക്ക്. താനൊക്കെ എന്തോ ഓലത്തെ സ്നേഹിതനാണോ? അല്ല, താൻ ക്ഷണിച്ചില്ലേലും എനിക്ക് വേറെ വഴിക്ക് ക്ഷണം കിട്ടിയേ. അന്ന് എന്തോ പറ്റി? ഓ, എന്റെ മോളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ ഒരേ പിടിവാശി, പുറത്തേക്കെങ്ങും പോയിരുന്നു. അവള് പറഞ്ഞ കേൾക്കാതിരിക്കാക്കൂ. ഒന്നില്ലേലും ഈ സ്ഥാനത്തൊക്കെ എത്തിച്ച അവളല്ലേ. അവനെ നമ്മുടെ ആനിക്കുട്ടിയുടെ കാര്യം ഞാൻ ചെയർമാനോട്ട് സംസാരിച്ചു. പ്രൊമോഷന്റെ കൂടെ 400 ഇൻക്രിമെന്റ് കൂടി. എന്താ മോശ? അപ്പോ പ്രമോഷനായി. എടോ, ട്യൂബർ ആൻഡ് ട്യൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റേറ്റിന്റെ റീജിയണൽ മാനേജർ ST ഡാനിയൽ പറഞ്ഞാൽ ഹെഡ് ഓഫീസ് കേൾക്കായിരിക്കൂ. കേട്ടു, പ്രൊമോഷനായി, സാലറിയും കൂട്ടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ജോണി കാണിക്കുന്നത്? കണ്ണാടി പോയാൽ ഞാൻ ആകെ അപ്സെറ്റ് ആകട്ടോ. മോളിക്കുട്ടി എനിക്ക് ബർത്ത്ഡേക്ക് വെച്ചത് സൂട്ടാണ്, ചീത്തയാക്കരുത്. അയ്യോ, ആനേ, 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 ആനേ. എടീ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊലപാതകം ചെയ്തത്. എന്നിട്ട് എന്നെ വിട്ടിട്ട് നീ മരിക്കാണല്ലേ? എങ്കിൽ എനിക്കും വേണ്ടടി ഈ ജീവിതം. എടുക്കടി, കത്തിക്ക്, കത്തിക്കാൻ. നമുക്ക് ഒരുമിച്ച് മരിക്കാമടി. എനിക്കിപ്പോ മനസ്സിലായി എന്റെ തെറ്റ്. ഞാൻ എന്നിലേറെ നിന്നെ സ്നേഹിച്ചു. ഞാൻ എന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഒരിക്കലും മരിക്കാൻ പാടില്ല.